മേഖലയിലെ ഒരു രാജ്യത്തെയും F-35 സ്വന്തമാക്കാൻ അനുവദിക്കില്ല. പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വ്യോമ മേധാവിത്വം നിലനിർത്തുന്നതിനായി മേഖലയിലെ ഏതൊരു രാജ്യവും US F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമാക്കുന്നതിൽ നിന്ന് തടയുമെന്നാണ് നെതന്യാഹുവിന്റെ വാദം. എന്നാൽ സൗദി അറേബ്യയും തുർക്കിയും F-35 ജെറ്റുകൾ സ്വന്തമാക്കാൻ ഉള്ള ശ്രമത്തിലാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങളും പ്രഗത്ഭരായ പൈലറ്റുമാരും നാവികരും വഴിയാണ് ഇസ്രായേൽ വ്യോമ മേഖലയിൽ ആധിപത്യം നേടിയത്. ഇസ്രായേലിന്റെ ഈ സൈനിക മുൻതൂക്കം ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു നീക്കത്തെയും തടയുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്ക് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ലഭിക്കുന്നത് തടയാൻ ഇസ്രായേൽ നയതന്ത്രപരമായും സൈനികമായും സമ്മർദ്ദം ചെലുത്തിയേക്കും എന്ന സൂചനയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നെതന്യാഹു നടത്തിയതിന് പിന്നിൽ സൗദി അറേബ്യയുടെ ഒരു നീക്കമാണ് പ്രകടമാകുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിലവിൽ ആയുധപ്പുരയിൽ F-35 വിമാനങ്ങളുള്ള ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ. നിലവിൽ 45 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ 30 യൂണിറ്റുകൾ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്.